അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ഭാഗം 12. ദുറൂസുൽ ലഗത്തുൽ അറബിയ്യ ലിഗൈരിൻ നാത്തിഖീന ബിഹാ. അൽ മുദർരിസ് നജ്ം അബ്ദുൽ വാഹിദ്. നമ്മളൊരു 4 പദങ്ങളാണ് ഇന്ന് പുതുതായി പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നജ്മുൻ അതിനോടൊപ്പം ആൾ ചേർന്നാൽ എന്താവും? അന്നജ്മു ആദ്യത്തെ അക്ഷരം ഇരട്ടിക്കും, അവസാനത്തേന് ഒരു ലമ്മായി മാറും. റജുലുൻ അതിൻ്റെ കൂടെ ആൾ ചേർന്നാൽ അർ റജുലു. ദീക്കുൻ അദ്ദീക്കു. നജ്മുൻ ഉദാഹരണം അന്നജ്മു ബഈദുൻ. അന്നജ്മു ബഈദുൻ. ദ സ്റ്റാർ ഈസ് ഫാർ. നക്ഷത്രം അകലെയാണ്. നമുക്ക് അറിയുന്ന പദങ്ങൾ തന്നെയാണ്. അദ്ദീക്കു ജമീലുൻ. അദ്ദീക്കു ജമീലുൻ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പൂവൻകോഴി ഭംഗിയുള്ളതാണ്. അർ റജുലു വാഖിഫുൻ. അർ റജുലു വാഖിഫുൻ പുരുഷൻ നിൽക്കുന്നവനാണ്. അത് നമുക്ക് അറിയാം. അന്നജ്മു അർ റജുലു വാഖിഫുൻ പുരുഷൻ നിൽക്കുന്നവനാണ്. അടുത്തൊരു പുതിയ പദം ഖനിയുൻ സമ്പന്നൻ. അത്താജിറു ഖനിയുൻ. അത്താജിറു ഖനിയുൻ കച്ചവടക്കാരൻ സമ്പന്നനാണ്. അത്താജിറു ഖനിയുൻ. ഖനിയിൻ്റെ വിപരീതം ഫഖീറുൻ. അൽ വലദു ഫഖീറുൻ. അൽ വലദു ഫഖീറുൻ ആൺകുട്ടി ദരിദ്രനാണ്. മറ്റൊരു പുതിയ പദം അസ്സുക്കറു ഹുൽവുൻ. പഞ്ചസാര മധുരമുള്ളതാണ്. ഹുൽവുൻ മധുരമുള്ളത്. അസ്സുക്കറു ഹുൽവുൻ. ഹുൽവുൻ മധുരമുള്ളത്. അദ്ദഫ്തറു ജദീദുൻ. മറ്റൊരു പുതിയ പദം ദഫ്തറുൻ നോട്ട്ബുക്ക്. അദ്ദഫ്തറു ജദീദുൻ നോട്ട്ബുക്ക് പുതിയതാണ്. ഉക്തുബ് യഖ്റ വക്തുബ് മഅ ദബ്തി അവാഖിൽ കലിമാത്ത്. പദങ്ങളുടെ അവസാനത്തെ അടയാളം കൃത്യമാക്കിക്കൊണ്ട് വായിക്കുകയും എഴുതുകയും ചെയ്യുക. ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം വായിക്കണം. പിന്നീട് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ഈ ഡിസ്പ്ലേ ഒഴിവാക്കി നിങ്ങൾ എഴുതണം. എഴുതിയതിന് ശേഷം വീണ്ടും നിങ്ങൾ എഴുതിയത് കറക്റ്റാണോ എന്ന് ഡിസ്പ്ലേ നോക്കി റീവൈൻഡ് ചെയ്ത് കേൾക്കണം, കാണണം. ഇവിടെ അൽ ചേർന്ന പദങ്ങളും അൽ ചേരാത്ത പദങ്ങളും മിക്സഡായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു വായിക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ്. അൽ ബാബു എന്ത് വായിക്കും? അത്താജിറു. അടുത്തത് അന്നജ്മു. നെക്സ്റ്റ് അൽ ഖമറു. അടുത്തത് അദ്ദീക്കു. ഇതെങ്ങനെ വായിക്കും? അൽ മാഉ. അസ്സരീറു. അൽ ബൈതു. അൽ മസ്ജിദു. അർ റജുലു. അസ്സുക്കറു. അൽ വറഖു. ഇംലാ അൽ ഫറാഖ ഫീമാ യലി ബിവദ്ഇ കലിമത്തിൻ മുനാസിബത്തിൻ. അനുയോജ്യമായ പദം ചേർത്ത് പൂരിപ്പിക്കുക. ഖനിയുൻ എന്ന ഒരു പദമുണ്ട്. അതിനോടൊപ്പം പൂർണ്ണ ആശയം നൽകുന്ന തരത്തിൽ ഒരു പദം കൂടി ചേർക്കുക. ഖനിയുൻ. അത്താജിറു ഖനിയുൻ. അടുത്തത് ഹുൽവുൻ ഉണ്ട്. അതോടൊപ്പം എന്ത് ചേർക്കണം? അസ്സുക്കറു ഹുൽവുൻ. മരീദുനുണ്ട്. അതിനോടൊപ്പം എന്ത് ചേർക്കണം? അത്താലിബു മരീദുൻ. ലസീസിനുണ്ട്. അതിനോടൊപ്പം എന്ത് ചേർക്കാം? അത്തുഫാഹു ലസീസുൻ. തവീലിൻ്റെ കൂടെ എന്ത് ചേർക്കാം?
അത്തബീബ് തവീലുൻ. ഖസീറിൻ്റെ കൂടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അൽ മുദർരിസു ഖസീറുൻ. ഇനി നമുക്ക് ഇവിടെ രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ടേബിളിൽ നിന്നും ഒരു പദം എടുത്ത് അതിനനുയോജ്യമാകുന്ന അതിനനുയോജ്യമാകുന്ന ഒരു പദം രണ്ടാമത്തെ ടേബിളിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ്. യഖ്തർ കലിമത്തൻ മിനൽ ഖായിമത്തി ബ തുനാസിബുൽ കലിമത്തല്ലത്തി ഫിൽ ഖായിമത്ത് ഹംസ്. തുനാസിബുൽ കലിമത്തല്ലത്തി ഫിൽ ഖായിമത്തി ഹംസ്. ഹംസ് ടേബിളിൽപ്പെട്ട പദത്തിന് അനുയോജ്യമായ പദം യഖ്തർ കലിമത്തൻ മിനൽ ഖായിമത്തി ബ ടേബിളിൽ നിന്നും തിരഞ്ഞെടുക്കുക. അത്താലിബു അതിനോടൊപ്പം എന്ത് ചേർക്കാം? മരീദുൻ. അദ്ദുക്കാനു മഫ്തൂഹുൻ. അത്തുഫാഹു അതിനോടൊപ്പം എന്ത് ചേർക്കാം? ലദീദുൻ. അൽ മാഉ അതിനോടൊപ്പം എന്ത് ചേർക്കാം? അൽ മാഉ ഹാറുൻ. അൽ ഹജറു ഹജറിനോടൊപ്പം എന്ത് ചേർക്കാം? സഖീലുൻ. അൽ ഹജറു സഖീലുൻ. അൽ ഖലമുനോടൊപ്പം എന്ത് ചേർക്കാം? മക്സൂറുൻ. ഇനി അക്ഷരങ്ങളുടെ പേരും അവ ചേർന്ന് വന്ന് അവ ആദ്യ അക്ഷരമായിട്ട് ഉള്ള നാമവും അതോടൊപ്പം അൽ ചേർന്നാലുള്ള അവസ്ഥയും. അക്ഷരത്തിൻ്റെ പേരാദ്യം പറയും, അതോടൊപ്പം അൽ ചേർന്ന നാമം പറയുകയാണ്. ഹംസുൻ അൽ അബു. ബാഉൻ അൽ ബാബു. ജീമുൻ അൽ ജന്നത്തു. ഹാഉൻ അൽ ഹിമാറു. ഖാഉൻ അൽ ഖുബ്സു. ഐനുൻ അൽ ഐനു. ഗൈനുൻ അൽ ഗദാഉ. ഫാഉൻ അൽ ഫമു. ഖാഫുൻ അൽ ഖമറു. കാഫുൻ അൽ കൽബു. മീമുൻ അൽ മാഉ. വലദുൻ അൽ വലദു വാവുൻ അൽ വലദു. ഹാഉൻ അൽ ഹവാഉ. യാഉൻ അൽ യദു. ഇത് പല പ്രാവശ്യം വായിച്ച് പ്രാക്ടീസ് ചെയ്യണം, കേട്ട് പ്രാക്ടീസ് ചെയ്യണം, വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇനി നേരത്തെ പറഞ്ഞത് ഖമരി അക്ഷരങ്ങളാണ്. ഇവിടെ കാണാം ഖമർ, അൽ ഖമർ പോലെ എല്ലിന് ഉച്ചാരണമുള്ള അക്ഷരങ്ങൾക്ക് ഖമരി അക്ഷരങ്ങൾ എന്ന് പറയും. അടുത്ത ഷംസി അക്ഷരങ്ങൾ. അഷംസ് പോലെ അൽ ചേർന്ന് വരുമ്പോൾ ഷായ്ക്ക് ഷദ് വരുന്നത് കൊണ്ടാണ് ഷംസി അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. താഉൻ അത്താജിറു. സാഉൻ അസ്സൗബു. ദാലുൻ അദ്ദീകു. സാലുൻ അസ്സഹബു. റാഉൻ അർറജുലു. സായുൻ അസ്സഹ്റു. സീനുൻ അസ്സമകു. ഷീനുൻ അശ്ശംസു. സ്വാദുൻ അസ്സദ്റു. ضادുൻ അദ്ദൈഫു. طاءുൻ അത്താലിബു. ളാഉൻ അല്ലഹ്റു. ളാഉൻ അല്ലഹ്റു. ലാമുൻ അല്ലഹ്മു. നൂനുൻ അന്നജ്മു. ഇത്രയുമാണ് ഷംസി അക്ഷരങ്ങൾ. വക്തുബ് അക്സുൽ കലിമ, വിപരീത പദം എഴുതുക. അത്താജിറു ഗനിയ്യുൻ വൽ വലദു ഫഖീറുൻ. അത്തബീബ് തവീലുൻ വൽ മുദർരിസു ഖസീറുൻ. اقرأ الكلمات التي واكتبها مراعيا قواعد نطق الحروف القمرية والشمسية. ഖമരി അക്ഷരങ്ങളും ഷംസി അക്ഷരങ്ങളോടുമൊപ്പം അൽ ചേർന്ന് വരുമ്പോഴുള്ള ഉച്ചാരണം കൃത്യമാക്കിക്കൊണ്ട് വായിക്കുക. അൽ ബൈത്തു വായിച്ചോളൂ.
അദ്ദീഖു. അടുത്തത് അൽ ബാബു, അത്താലിബു, അസ്സുക്കറു, അദ്ദഫ്തറു, അൽ അഖു, الرسول، الوجه، الصديق، القرآن، الصلاة، الكعبة، الرأس، الإصبع، الصابون، الظفر، الفجر، الظهر، العصر، المغرب، العشاء. പുതുതായി നാം പഠിച്ചത് 4 പദങ്ങളാണ്. ഖനിയുൻ സമ്പന്നൻ, ഹുൽവുൻ മധുരമുള്ളത്, ദഫ്തറുൻ നോട്ട്ബുക്ക്. അതേപോലെ ഖനിയുൻ്റെ വിപരീതം ഫഖീറുൻ. ഇതോടുകൂടി നിങ്ങൾ ഇതുവരെ 65 പുതിയ പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അവയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടും. അത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഉചിതമായ സ്ഥലങ്ങളിൽ അവിടെ സ്റ്റിക്കി നോട്ട് പോലെ എഴുതി വയ്ക്കാം. ഈ 65 പദങ്ങളും നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അല്ലെങ്കിൽ അവയുടെ പിക്ചർ കൊണ്ട് നിങ്ങൾക്ക് അതിനെ രേഖപ്പെടുത്തി വയ്ക്കാം. അത്തരത്തിൽ കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.